ലക്ക് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഒരു ഫാക്ടറാണ് എന്ന് പറഞ്ഞാൽ പലരും എന്നെ എതിർക്കുമായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ഫാക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിലെ സക്സസ്സിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, പല റിസർച്ചുകളിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തിൽ ആദ്യ പകുതിയിൽ ജനിക്കുന്ന കുട്ടികളുടെ ബ്രെയിൻ വളർച്ച വളരെ ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ അവർ കാര്യങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് ഗ്രഹിക്കുകയും കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ചെയ്യും. ഒരു പ്രൈമറി സ്കൂൾ ടൈമിൽ എപ്പോഴും ഫസ്റ്റ് വരുന്നതും ബെസ്റ്റ് റാങ്ക്സിൽ വരുന്നതും ഈ ആദ്യ പകുതിയിൽ ജനിച്ച ആളുകളായിരിക്കും ഇയറിൽ. ഒരു 7 ഇയേഴ്സ് വരെ ഇത് അങ്ങനെയാണ്. അതായത് ഒരു 7 ഇയേഴ്സ് വരെ നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ച ഉണ്ടാവും. അതിനുശേഷം ഈക്വലി അവരുടെ ബ്രെയിനിൻ്റെ വളർച്ച മാറുന്നു. വർഷത്തിൻ്റെ ആദ്യ പകുതി ജനിച്ച ആളുകൾ കുറച്ചുകൂടെ ലക്കിയറാണ്. ഞാൻ ജനറലൈസ് ചെയ്യല്ല. ഒരു വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിക്കുന്ന 60% കുട്ടികളും അവർ ടോപ്പേഴ്സ് ആവുന്നതും അക്കാഡമിക്കലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും അവരുടെ പ്രൈമറി ക്ലാസ്സുകളിൽ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന രാജ്യം പോലും നമ്മുടെ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. നമ്മൾ US പോലെ വളരെ ഡെവലപ്ഡ് ആയ, വളരെ എക്കണോമിക്കലി വളരെ മുന്നോട്ടുള്ള ഒരു രാജ്യത്ത്, ടെക്നോളജിക്കലി വളരെ മുന്നോട്ടുള്ള ഒരു രാജ്യത്താണ് ജനിക്കുന്നത് എങ്കിൽ നമ്മുടെ സക്സസ്സിന് അതൊരു മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും വലിയ ടെക്നോളജി സാധ്യമായി വരുന്ന രാജ്യങ്ങളിലെ അടുത്ത് വരുന്ന ജനറേഷൻസിൽ കൂടുതൽ ഇന്നോവേഷൻസും മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പലരും പറയാറുണ്ട് മാർക്ക് സുക്കൻബർഗ് ഒരു ഡ്രോപ്പ് ഔട്ടാണ്. പക്ഷേ പുള്ളി ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ്. പുള്ളിയുടെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ പുള്ളിക്ക് അറിയാവുന്ന ആളുകളൊക്കെ അത്ര ഇൻഫ്ലുവൻഷ്യലായ ആളുകളായിരിക്കും. അതുകൊണ്ടാണ് പുള്ളി ഫേസ്ബുക്ക് എന്ന വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് പുള്ളിക്ക് സാധിച്ചു. നമ്മളൊക്കെ ഓരോ ലെവലിൽ പ്രിവിലേജ്ഡ് ആണ്. അതായത് നമ്മുടെ സർക്കംസ്റ്റാൻസസ് കൊണ്ട് ചിലർ റിച്ച് പേരൻസിന് ജനിച്ചവരായിരിക്കും, ചിലർക്ക് വേറെ പല കാര്യങ്ങളിലും അഡ്വാൻറ്റേജസ് ഉണ്ടാവും. നമ്മുടെ ഹാർഡ് വർക്ക് എന്ന ഫാക്ടർ നമ്മുടെ സക്സസ്സിനെ ഒരിക്കലും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫെയിലാവും. അതാണ് ഈ ലോകത്തിൻ്റെ സക്സസ്സിൻ്റെ ഒരു പാരഡോക്സ്. ജോബ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുമെങ്കിലും വേണം. അപ്ലൈ ചെയ്യാനുള്ള എഫേർട്ടെങ്കിലും എടുത്തില്ലെങ്കിൽ ജോബ് കിട്ടാനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ ലക്ക് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുന്ന ടൈമിൽ നമ്മളിലേക്ക് വരുന്ന കാര്യം. അതായത് എപ്പോഴും ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ജോബ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉയർത്തും. നമ്മളൊക്കെ ഓരോ രീതിയിലും ലക്കിയും പ്രിവിലേജ്ഡും ആണ്. അപ്പോൾ നമ്മൾ ആ ലക്ക് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ശ്രമിക്കണം. ബ്രോക്ക് കോളേജ് കിഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ആ പയ്യൻ അവനാൽ കഴിയുന്ന രീതിയിൽ ചുറ്റുമുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. സോ അവൻ അവരുടെ ലൈഫിലെ ലക്കിനെ ആഡ് ചെയ്യുകയാണ്. സോ ലക്ക് എന്നുള്ള കാര്യം നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പ്രിവിലേജ് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.